ഇനിയേ തലേന്ന് മാവരച്ചില്ല വിചാരിച്ചിട്ട് രാവിലെ ദോശ ഉണ്ടാക്കാതിരിക്കുകയൊന്നും വേണ്ട. ദേ ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയാൽ മതി. മാവ് അരക്കേണ്ട ആവശ്യമില്ല, മാത്രമല്ല പുളിച്ച് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടിയും ഗോതമ്പ് മാവും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്തിട്ടേ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കിയ ചട്നിയിലേ തേങ്ങ കൂട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ചട്നിയുടെ റെസിപ്പി വേണ്ടവർ ചട്നി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ദോശ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം വറ്റൽമുളകൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. ഞാനിവിടെ 5 കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന പൊടികളെ ആദ്യം ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് അരിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ഉപയോഗിക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് മൊത്തമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ 1/2 കപ്പ് വെച്ചിട്ട് അരച്ചു നോക്കുക. വെള്ളം ഒട്ടും ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ മാവിൽ വെള്ളം പാകാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ അതുപോലെ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ചേർത്തിട്ടില്ല. അതിന് പകരമായി നമ്മൾ ഈനോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഈനോയുടെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിൻ്റെ അസ്വസ്ഥതകളൊന്നും ഇത് ചേർക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈനോ ചേർത്ത ഉടനെ തന്നെ കണ്ടല്ലോ മാവ് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നേക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതേ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ ദോശ ചുടുന്ന അതേപോലെ തന്നെയാണ്. ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ദോശ നല്ല ടേസ്റ്റിയായി കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നവരുണ്ട്, നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് നെയ്യാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്തൊന്ന് മാത്രം അതേ നല്ലപോലെ എല്ലാ ഭാഗത്തൊന്നും ആക്കിയിട്ട് ഈ ദോശ നല്ല ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ അത് കഴിക്കണം കേട്ടോ. കാരണം ആ എരിവും ആ തക്കാളിയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാകുമ്പോഴേ നല്ല ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും അടിപൊളി ഒരു ദോശയാണ്. പിന്നെ നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കുമ്പോഴും നമ്മുടെ തവ ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നെയ്യൊക്കെ ഒഴിക്കുമ്പോഴേ രണ്ടാമത് ഒഴിക്കുമ്പോൾ അത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ദോശ ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.